പ്രിയപ്പെട്ട നാട്ടുകാരെ, കോഴഞ്ചേരി പൗരാവലിയുടെ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട നാട്ടുകാരെ, കോഴഞ്ചേരി പാലത്തിൽ നിന്നാണ് ഇന്ന് കോഴഞ്ചേരി പൗരാവലി ലൈവുമായി എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു ചാനൽ, റിപ്പോർട്ടർ ചാനൽ, ഈ കോഴഞ്ചേരി പാലത്തിലെ ഒരു അപകടത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗരാവലിയും രംഗത്ത് വന്നിരിക്കുന്നത്. കോഴഞ്ചേരി പാലത്തിൻ്റെ സൈഡിലായി നടപ്പാത നിർമ്മിച്ചിട്ടുണ്ട്. ആ നടപ്പാത നിർമ്മിക്കാൻ വേണ്ടി, ആ നടപ്പാത ഉറപ്പിക്കുന്നതിന് വേണ്ടി കോഴഞ്ചേരി പാലത്തിൻ്റെ സൈഡിലായി ആ പാലത്തിൻ്റെ ആർച്ചിനോടനുബന്ധിച്ച് ചില ആംഗ്ലേറുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് നടപ്പാത സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആംഗ്ലേറുകൾ ആണ് ഇപ്പോൾ വാഹനയാത്രക്കാർക്ക് വിനയായിരിക്കുന്നത്. അതായത് ഏകദേശം പാലത്തിൻ്റെ സൈഡിലെ ആർച്ചിൻ്റെ സൈഡിൽ നിന്ന് ഏകദേശം 10 ഇഞ്ചോളം അല്ലെങ്കിൽ ഒരടിയോളം തള്ളി നിൽക്കുകയാണ് ഈ ആംഗ്ലേറുകൾ. ഈ ആംഗ്ലേറുകളാണ് വാഹനങ്ങൾ പാലത്തിൽ കൂടെ രണ്ട് സൈഡിൽ കൂടെയും വാഹനം വരുമ്പോൾ, വാഹനം ഈ നടപ്പാതയുടെ സൈഡിൽ അടുപ്പിക്കുമ്പോഴാണ് ഈ വാഹനങ്ങളുടെ ടയർ ഈ ആംഗ്ലേറിൽ തട്ടി ടയർ കീറുകയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കോഴഞ്ചേരിയുടെ ഈ കര മുതൽ അങ്ങ് മാരാമണ് കര വരെ കോഴഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ പാലത്തിൻ്റെ ഇടത്ത് സൈഡിലായിട്ടുണ്ട്. ഈ ആംഗ്ലേറുകൾ നല്ല ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ നോക്കിയാട്ടെ, അവിടെ ആംഗ്ലേർ കണ്ടോ? ഇതാണ് ആംഗ്ലേർ. വളരെ ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഈ ആംഗ്ലേറുകൾ തട്ടി ഇതിനോടകം ഒരുപാട് വാഹനങ്ങളുടെ ടയറുകൾ കീറിക്കഴിഞ്ഞു. ഇത് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൻ്റെ റിപ്പോർട്ടർ ടിവിക്കാരെ അത് സംപ്രേഷണം ചെയ്യപ്പോഴാണ് നമ്മൾ നാട്ടുകാർ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്. ഇതിനെതിരെ നടപടി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് കോഴഞ്ചേരി പൗരാവലിയും രംഗത്ത് വന്നിരിക്കുന്നത്. ഒരുപാട് വാഹനയാത്രക്കാരുടെ വാഹനങ്ങളുടെ ടയർ കീറിയെങ്കിലും ഇതുവരെ ആരും ഇതിന് പരാതി നൽകാൻ തയ്യാറായില്ല എന്നതാണ് വളരെ ഖേദകരമായിട്ടുള്ള കാര്യം. അതിനാൽ കോഴഞ്ചേരി പൗരാവലി ഇന്ന് തന്നെ പരാതി നൽകും. PWD അധികാരികൾക്ക് പരാതി നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇന്ന് തന്നെ പരാതി നൽകുന്നതായിരിക്കും. നമുക്കറിയാം, ഒരു വാഹനത്തിൻ്റെ ടയർ കീറിപ്പോയി കഴിഞ്ഞാൽ എത്ര ആയിരങ്ങളാണ് നഷ്ടം വരുന്നതെന്നറിയാം. അപ്പം പണക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ, കോടീശ്വരന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ വാഹനത്തിൻ്റെ ടയർ സൈഡിൽ തട്ടി കീറിപ്പോയാൽ അവർക്കൊന്നുമില്ല. ആ ടയർ കളഞ്ഞിട്ട് പുതിയ ടയർ വാങ്ങിക്കും. എന്നാൽ വാഹനം ഓടിച്ച് ജീവിക്കുന്ന ഒരുപാട് സാധാരണപ്പെട്ട ആൾക്കാരുണ്ട്. അവരുടെ വാഹനത്തിന് ആണ് ഈ ഗതി ഉണ്ടാകുന്നതെങ്കിൽ നമുക്കറിയാമല്ലോ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായി പൗരാവലി പ്രതികരിക്കുകയാണ്. അന്ന് ആംഗ്ലേർ സേഫ്റ്റി ഇല്ലാതെയാണ് ഈ ആംഗ്ലേറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. അതിനാൽ കോഴഞ്ചേരി പൗരാവലി ഇന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകും. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞങ്ങളുടെ ഈ സംപ്രേഷണം കണ്ട എല്ലാവർക്കും കോഴഞ്ചേരി പൗരാവലിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് കോഴഞ്ചേരി പാലത്തിൽ നിന്ന് ജോജി കാവുംപടിക്കൽ.